ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ എന്താ വെച്ചാൽ 2-3 ദിവസമായി ദോഹക്ക് നല്ല പനി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പനി മാറുന്ന ചോദിച്ചിട്ട് പിന്നെ 3-ാമത്തെ ദിവസം പനി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ. ഞാനും ദോഹവും കൂടി പിന്നെ പാത്തും ഉമ്മയും കൂടിയാണ് പോണത്. അപ്പോൾ പോകുമ്പോഴാണെങ്കിലോ ഇറങ്ങാൻ പറ്റാത്ത പോലെ ഫുള്ള് മയം മയമൊക്കെ തോർന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇറങ്ങണത്. ഹസ്ബൻഡിൻ്റെ കൂടെ തമിഴ്നാട്ടിലാകുമ്പോൾ അതിൻ്റെ ഒരു കോയമ്പത്തൂർ മഴയില്ല, ഇവിടെ നല്ല മഴയാണ്. കാരണം തമിഴ്നാട്ടിലും നല്ല വെയിലും നാട്ടിൽ നല്ല മഴയൊക്കെ തോർന്നിട്ടാണ് ഈ ഒരു നേരം എത്തിയത്. പിന്നെ ഉമ്മ ഞാൻ പാത്തും കൂടിയാണ്. കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടെങ്കിലും ഞാൻ ഇവിടുന്ന് കുറച്ച് പോകാനുള്ള ഹോസ്പിറ്റലിലേക്ക് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൻ്റെ പേരെന്താ വെച്ചാൽ റെയ്വോ എന്നാണ് ഇവിടെ പറയൽ, എന്നാണ് കറക്റ്റ് പേര്. അങ്ങനെ ഷീട്ടെടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുട്ടിക്ക് പനി ഉണ്ടോ ഇല്ലോ എന്നൊക്കെ കുറേ നേരം ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ജലദോഷം പിടിച്ചതിൻ്റെ ഉള്ള പനിയാണ്, അത് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തിലുള്ള ഗുളികയും പിന്നെ ആവിയൊക്കെ പിടിക്കാൻ പറഞ്ഞ്, മാറിയിട്ടില്ലെങ്കിൽ ആവി പിടിക്കാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങോട്ട് പോകുന്നത്. പിന്നെ പാത്ത് കുറേ നേരം കളിപ്പിച്ച് ഡോക്ടർ മരുന്ന് എഴുതുമ്പോഴത്തേന് പാത്തിൻ്റെ ഓരോ ഓമനക്കളി. പിന്നെ അങ്ങനെ ഗുളിക വാങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ ഷീട്ടൊക്കെ എടുത്ത് ഗുളിക വാങ്ങി പിന്നെ അങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പോൾ പാത്തു നല്ല കഴിച്ചില്ല. ഉമ്മനോട് പറയാം, ഉമ്മ തട്ടിയെടുത്തു, ചെറിയ കുട്ടികളെ പോലെയൊക്കെ തട്ടിയെടുത്തിട്ട് ഉമ്മനെ പറയാം എനിക്ക് ബ്രോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങിത്തരാണ്, ഞാൻ അവിടെ നിന്ന് വരില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ നേരെ ഓട്ടോ കയറിയിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് ഇവിടെ ചാലയത്ത് കടക്ക് ബസാർ ആ ഭാഗത്ത്. അപ്പോൾ അവിടേക്ക് പോയിട്ടോ ഷവർമ്മ കഴിക്കാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ. വെയിറ്റ് ചെയ്ത് നിന്നിട്ടും സാധനം വന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് നേരം ദൂഹാനം കളിപ്പിച്ചിരുന്നേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കോഫിയും ലൈമും അതേനിട്ട് ഓർഡർ ചെയ്തത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ചായനെക്കാട്ടും ഇഷ്ടം കോഫിയാണ്. അപ്പോൾ കോഫി കുടിക്കാൻ ഒരിതിലാണ്. അങ്ങനെ പാത്തൊരു ലൈം കുടിച്ച്. പിന്നെ ലൈം കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഇട്ടു. പിന്നെ കോഫിനെ പറഞ്ഞാൽ ഞാൻ കുടിക്കണ ഇതിൽ തോന്നണില്ല, ടേസ്റ്റ് തോന്നിക്കണില്ല കേട്ടോ കോഫിയിൽ. പിന്നെ ഷവർമ്മ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് എന്തായാലും. പിന്നെ പാത്തിനോട് ഇതേപോലെ കൊടുത്തപ്പോൾ ചോദിച്ച് ടേസ്റ്റ് ഉണ്ടോ, അടിപൊളിയാണോ എന്നൊക്കെ ചോദിച്ച് പാത്തുവിനോട്. അപ്പോൾ പാത്തുവിന് തന്നെ ഷവർമ്മ വേണ്ട, വേറെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവൾക്കത് വാങ്ങിക്കൊടുത്ത്, റേഞ്ച് ഫേസ് ഇത് വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ഓളോട് ഞാൻ ചോദിച്ചു ടേസ്റ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ഓൾ തന്നെ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഓവറാക്കി. പിന്നെ എനിക്ക് പിന്നെ ഷവർമ്മ അത്ര ഇഷ്ടപ്പെട്ടാത്തതുകൊണ്ട് ഉമ്മ കൊടുത്ത്. പിന്നെ ഇത് രണ്ടാണ് ഓർഡർ ആക്കിയത്. പാത്തുവിനോട് ചോദിച്ച് എങ്ങനെയുണ്ട്. അപ്പോൾ എൻ്റെ തട്ടൊക്കെ വേറെ ഏതോ സൈഡിൽ കിടക്കണം. അപ്പോൾ ഞാൻ പാത്തുവിനോട് ചോദിച്ച്